അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ 18/7/2026 10th പ്രിലിമിനറി പരീക്ഷയുടെ 2 സ്റ്റേജിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് 10 AM to 11:35 AM വരെയായിരുന്നു. പ്രസ്തുത സ്റ്റേജിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനവും നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെ സ്റ്റേജ് 1 എങ്ങനെയാകും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതായത് 10th പ്രിലിമിനറി പരീക്ഷയുടെ സ്റ്റേജ് 1 രാവിലെ കഴിയുകയുണ്ടായി. പരീക്ഷയുടെ പൊതുവായ ഒരു അവലോകനമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. മൊത്തത്തിലുള്ള നിലവാരം, അതായത് ഓവറോൾ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് വേണമെങ്കിൽ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദിവസത്തെ സ്റ്റേജ് 1 പരീക്ഷയുടെ ചോദ്യങ്ങൾ പൊതുവെ ലളിതമായിരുന്നു എങ്കിൽ പോലും ചില മേഖലകളിൽ മിതമായ കഠിനതയും പുലർത്തിയവയായിരുന്നു. അതാണ് ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേജ് 1 സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. പതിവ് സിലബസ് ഘടന കൃത്യമായി പാലിച്ചാണ് ചോദ്യപേപ്പറൊക്കെ തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അടിസ്ഥാനം, അതായത് വിഷയ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ പൊതുവെ വിജ്ഞാനവും സമകാലീനിക സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാത്തവയായിരുന്നു. പൊതുവെ ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. കൂടാതെ സമകാലീന സംഭവങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ്, ലേറ്റസ്റ്റ് വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള നേർക്ക് നേരെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നത്. അതും ഒരു പ്രത്യേകതയായിട്ട് ഇന്നത്തെ സ്റ്റേജ് 1 പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ അടിസ്ഥാന ശാസ്ത്രം, ജനറൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് 20 മാർക്കാണുള്ളത്. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നിവയിൽ നിന്നും 10ാം ക്ലാസ് നിലവാരത്തിലുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയത്. ചോദ്യപേപ്പർ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മുൻവർഷത്തെ ആവർത്തന ചോദ്യങ്ങളുടെ സാന്നിധ്യം ഈ ഭാഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമായി എന്നും ചോദ്യപേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലളിത ഗണിതവും അതുപോലെ തന്നെ മാനസിക ശേഷിയും അടിസ്ഥാന സമവാക്യങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താവുന്ന കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു ഭൂരിഭാഗവും. എങ്കിലും കുറച്ച് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ സമയം എടുക്കുന്ന രീതിയിലുള്ളവയായിരുന്നു. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1 കട്ട് ഓഫ് മാർക്ക് പരീക്ഷയെ സംബന്ധിച്ച് ഡിഫിക്കൽട്ടി ലെവലിലേക്കാണ് പോകുന്നതെങ്കിലും ചില ഭാഗങ്ങൾ ലളിതമായിരുന്നുവെങ്കിൽ ചില ഭാഗങ്ങൾ കഠിനമായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ലെവലിലേക്ക് എത്തുമെങ്കിൽ കട്ട് ഓഫ് മാർക്ക് നേരത്തെ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടിയൊക്കെ ഉയരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ എങ്ങനെ വിലയിരുത്തിയാലും 65 മാർക്കിന് മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് ഉയരാനുള്ള സാധ്യത ഏറെയാണ്. അതിന് മുകളിലോട്ടുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. അതുമാത്രമല്ല, എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന് ആനുപാതികമായിട്ട് കട്ട് ഓഫ് മാർക്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഞാൻ എഴുതിയിട്ട ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് സ്റ്റേജ് 1 സംബന്ധിച്ച് എഴുതിയിട്ട ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്ന അവസരത്തിൽ ഞാൻ എഴുതിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ എഴുതിയിട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ റിവ്യൂ തയ്യാറാക്കിയത്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കി പറയുന്ന പോലെ കാരണം ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, അത് മാറിപ്പോയിരിക്കണം. ആ പരീക്ഷയെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു അവലോകനം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേജ് 1 കുറിച്ചാണ് പരീക്ഷയെ സംബന്ധിച്ചൊരു അവലോകനം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. അത് മാത്രമല്ല, കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമ്മുടെ കുറേ അധികം മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ലിസ്റ്റിൽ വിപുലീകരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെയും വരാം. ഇനിയിപ്പോൾ സ്റ്റേജ് 2 ഇപ്പോൾ അടുത്ത ഈ സമയം തന്നെ അടുത്ത മണിക്കൂറുകളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ അവലോകനം നമുക്ക് നടത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.